തിരുവനന്തപുരത്ത് സ്പാകളിൽ പരിശോധന അത് ഇന്നും തുടരുന്നതായിരിക്കും. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് പൂട്ടിടാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. ഇന്നലെ അടച്ചുപൂട്ടിയ സ്റ്റാച്യു ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ സ്പായ്ക്കെതിരെ പരാതിക്കാരിയുടെ ഓഡിയോ സന്ദേശം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കേൾക്കാം. സ്പായിലെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു. അപ്പൊ ഇന്റർവ്യൂക്ക് വന്നിട്ടായിരുന്നു അവിടുത്തെ മാനേജർ അവിടുത്തെ കാര്യങ്ങളും ടീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എപ്പോ തൊട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങാറായപ്പോ അപ്പം എന്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഫോട്ടോ ഉണ്ടെങ്കിലേ അവരിതാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പൊ എനിക്കത് പറ്റാത്തോണ്ട് മാനേജർ എന്നെ ഇറങ്ങാനായപ്പോ എന്നെ ഒരുമാതിരി ഷൗട്ട് ചെയ്തു. പിന്നെ എന്നെ അടിക്കാനൊക്കെ വന്നു. പിന്നെ ഞാൻ പോലീസിനെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ കുറെയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് കാണിച്ചൊക്കെ തരാന്ന് പറഞ്ഞു. മാനേജർ അവിടെ ചെന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഫോട്ടോ വേണം. ഞാൻ എന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ഫോട്ടോ തന്നാലേ അവർക്ക് പറ്റുള്ളൂ. എന്നെ അടിക്കാൻ വന്നു. പിന്നെ അവിടത്തെ ക്യാമറ വഴി അവിടെ ഓൾറെഡി എല്ലാം റെക്കോർഡിംഗ് ആണ്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി ചേർന്നത്. അമൽ, ഈ പരിശോധനയൊക്കെ ഇന്നും തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി സംസാരിച്ചു പോയത്. ആ ഓഡിയോ സന്ദേശം കേൾക്കുന്നുണ്ട്. ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പൂജ, ഇന്നും തലസ്ഥാനത്ത് വ്യാപകമായ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. തിരുവല്ലയിലെ സ്പായുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സ്പായുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പുറത്തറിയുന്നത്. നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സ്പാകൾ കേന്ദ്രീകരിച്ച് വലിയ വിധത്തിലുള്ള ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അവിടെ ഉള്ള ഈ പറയുന്ന ജീവനക്കാരിൽ പല ആളുകൾക്കും അവർ യോഗ്യതയുള്ളവരല്ല എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. ആ റിപ്പോർട്ടുകൾ ഒക്കെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ ഇങ്ങനെ വ്യാപകമാക്കാനുള്ള തീരുമാനമുള്ളത്. തിരുവനന്തപുരത്ത് ഇന്നലെ പരിശോധന നടക്കുകയും ഒരു സ്പായിൽ ഉള്ള ജീവനക്കാരുടെ യോഗ്യത സംബന്ധിച്ച കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അതിന്റെ ലൈസൻസ് സംബന്ധിച്ച കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ വി രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് എത്തി പരിശോധന നടത്തിയത്. ഇന്നും പരിശോധന തുടരും. ഞങ്ങൾ രേഖകളാണ് ആദ്യം സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നതിനേക്കാൾ ഉപരി കോർപ്പറേഷൻ നൽകിയ രേഖകൾ അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടോ, രേഖകൾ നൽകിയതിനേക്കാൾ കൂടുതൽ സ്ഥലം അവർ ഈ സ്പായ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, പിന്നെ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമായി ഇപ്പോൾ ക്രോസ് മസാജിങ് നടക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നത്. അതിനുശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങളിലെത്തി പരിശോധന നടത്തും. ഇന്നലെ ഒരു പരിശോധന നടന്നിരുന്നു. അപ്പോൾ പരിശോധനയിൽ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. അപ്പോൾ അതിന് സമാനമായി തന്നെയുള്ള അവസ്ഥ പലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതി. അല്ല, ഇന്നലെ ഒരു പരാതി ലഭിച്ചു. ടെലഫോണിക് മെസ്സേജ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് പറയുന്ന സ്ഥലം. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് എന്നുള്ള നയമാണ് ഞങ്ങളുടെ പാർട്ടിക്കും നഗരസഭാ ഭരണത്തിനും. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അക്കാര്യങ്ങൾ ഞായറാഴ്ച ആയിട്ടും മണിക്കൂറുകൾക്കകം ഒരു പെൺകുട്ടി വിളിച്ച് പരാതി പറയുമ്പോഴേക്കും ഒരു ഭരണ സംവിധാനത്തിന് അടിയന്തരമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത്. പിന്നെ പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ തന്നെ വളരെയധികം ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ്. അതിലൊക്കെ തന്നെ ഒരു ഭരണകൂടം ഇടപെടണം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥരോ ഭരണ സംവിധാനമോ വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ രേഖകൾ ആദ്യം പരിശോധിക്കട്ടെ. പരിശോധിച്ച് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടക്കുന്നതായിട്ട് വിവരം കിട്ടിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. പോലീസിനെ അറിയിച്ച് പോലീസുമായി ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. അല്ല, കോർപ്പറേഷൻ ഒറ്റയ്ക്ക് വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ടോ? ഇപ്പോൾ ഈ പോലീസിന്റെ കൂടി സഹായം പലയിടങ്ങളിലും ആവശ്യം വരേണ്ടി വരുന്നൊരവസ്ഥ. അല്ല, കോർപ്പറേഷൻ രേഖകൾ പരിശോധിക്കുന്നതിലൊന്നും പരിമിതിയില്ല. പക്ഷേ ഇവിടെ പോലീസിൻ്റെ സഹായം തേടേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കേന്ദ്രങ്ങളുടെ പുറകിൽ കുപ്രസിദ്ധ ഗുണ്ടകളുടെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. അത് മിക്കവാറും മഹാനഗരങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗത്ത്, ലഹരി വിതരണ രംഗത്ത്, ലഹരി കച്ചവട രംഗത്ത്, ഇങ്ങനെയുള്ള പല രംഗങ്ങളിലും പിന്നെ ചില സ്ഥലങ്ങളിൽ വേസ്റ്റ് മാലിന്യം എടുക്കുന്ന രംഗത്ത് ഇങ്ങനെയുള്ള അനധികൃതമായി പണം സമ്പാദിക്കുന്ന ചില മേഖലകളിൽ കുപ്രസിദ്ധ ഗുണ്ടകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ തന്നെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഈ ഗുണ്ടകൾ നഗരം കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്വൈരജീവിതം നശിപ്പിക്കുവാനോ ഗുണ്ടകളുടെ കയ്യിൽ അമരുവാനോ അനുവദിക്കുന്ന പ്രശ്നം ഇല്ല. അതിന് പോലീസും കോർപ്പറേഷനും ഒരുമിച്ച് ചേരേണ്ടടുത്ത് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. മറ്റ് ഓരോ സംവിധാനങ്ങളും അതാത് സംവിധാനങ്ങൾ മാനേജ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അങ്ങനെ ചെയ്യും.
ഈ സ്പാകളിലെ അനധികൃതം എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ യോഗ്യതക്കുറവിൻ്റെ കാര്യത്തിലാണോ അതോ ലൈസൻസിൻ്റെ കാര്യത്തിലാണോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നത്? അല്ല, പ്രധാനമായും ക്രോസ് മസാജിങ് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് പോലീസിനും കോർപ്പറേഷനും ഉള്ളത്. അതോടൊപ്പം തന്നെ അംഗീകൃത മാസേർ ഉണ്ടാകണം മസാജിങ് സെൻ്ററുകളിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ കോർപ്പറേഷൻ 500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് വാടക അടച്ചിട്ട് 5000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിക്കുമ്പോൾ നിയമവിരുദ്ധമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ആദ്യം രേഖകൾ പരിശോധിക്കുന്നത്. ഓക്കെ, എന്തായാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഒരിടത്ത് പരിശോധന നടന്നിരുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടം ആ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. അതിന് സമാനമായി തന്നെയുള്ള പരിശോധനകൾ മറ്റിടങ്ങളിലും നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആദ്യം രേഖകളുടെ പരിശോധനയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ രേഖകൾ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കാതെ അനധികൃതമായാണ് ഈ ലൈസൻസ് കൈപ്പറ്റിയിട്ടുള്ളത് എങ്കിൽ ആ വിഷയത്തിൽ ആദ്യം ഇടപെടും. അതിനുശേഷമായിരിക്കും സ്ഥാപനങ്ങളിലെത്തിയുള്ള പരിശോധന. പോലീസിന്റെ സഹായം വേണ്ട ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞുപോയ ആ ഓഡിയോയുടെ കാര്യത്തിലേക്ക്, ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ട്. ആ കാര്യത്തിൽ പറയുന്നത് സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിനായി ചെന്ന സമയത്ത് അവിടെ ഒരു ചിത്രം നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ആക്രമിക്കുന്ന നില പോലും ഉണ്ടായി, ആക്രമിക്കാൻ ശ്രമിക്കുന്ന നില പോലും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് തർക്കം അടക്കം സംഭവിച്ച ശേഷമാണ് പുറത്തേക്കിറങ്ങി മേയറെ അടക്കമുള്ള ആളുകളെ ആ വിവരം അറിയിക്കുന്നത്, പോലീസിനെ അടക്കമുള്ള ആളുകളെ ആ വിവരം അറിയിക്കുന്നത് എന്നുള്ളതാണ് അവിടെ എത്തിയ യുവതി വെളിപ്പെടുത്തുന്നത്.